ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ രാധികയെ കാണാൻ വന്നവരെ ദേവനാരായണൻ തിരുമേനി പരിചയപ്പെടുന്നുണ്ട്. കൂടെ വന്നിരിക്കുന്ന പയ്യനോട് ചോദിക്കുന്നുണ്ട് എന്ത് ജോലിയാണെന്നൊക്കെ. കാനഡയിലാണെന്നൊക്കെ പയ്യൻ പറയുന്നു. വലിയ കമ്പനിയാണെന്നൊക്കെ ബ്രോക്കർ പറയുന്നുണ്ട്. അതേ സമയത്ത് രാധികയാണെങ്കിൽ യശോദയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇത്ര റെഡിയാകാനൊക്കെ അമ്മ പറയുന്നത്, എന്നെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാനാണോ എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, നിന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വന്നിട്ടുണ്ടെന്ന്, നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ പോവുകയാണെന്നൊക്കെ പറയുന്നു. രാധിക അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് വിവാഹമൊന്നും വേണ്ടെന്ന്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, നിന്റെ അച്ഛനാണ് അവിടെ ഇരിക്കുന്നത്, നിന്റെ അച്ഛന്റെ അഭിമാനം രക്ഷിക്കാൻ നീ പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അതോ നീ നിന്റെ അച്ഛനെ എല്ലാവരെയും മുന്നിൽ നാണം കെടുത്താനാണോ പരിപാടി എന്നൊക്കെ ചോദിക്കുകയാണ്. രാധിക അപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ പൊക്കോളാമെന്നൊക്കെ. മുത്തശ്ശി രാധികയോട് പറയുന്നുണ്ട്, നീ ഈ വിവാഹത്തിന് സമ്മതമല്ലെന്നൊന്നും ദേവനോട് പറഞ്ഞു പോയേക്കരുത്, പിന്നെ ദേവൻ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നുണ്ട്. മുത്തശ്ശി പോയതിനു ശേഷം യശോദ രാധികയോട് പറയുന്നുണ്ട്, നീ ചുമ്മാതെ അവരെ മുന്നിലൊന്ന് പോയാൽ മതി, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് നടത്തത്തില്ല എന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് ദേവനാരായണൻ തിരുമേനി രാധികയെ കളഞ്ഞു കിട്ടിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ചെറുക്കന്റെ വീട്ടുകാർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലെന്നൊക്കെ പറയുന്നു. രാധിക ചായയുമായിട്ട് അവരുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ചായ കൊടുത്തു കഴിയുമ്പോൾ പയ്യന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് പേരെന്താണെന്നൊക്കെ. പാട്ട് പാടുവെന്നൊക്കെ അറിഞ്ഞു, എന്തായാലും അതൊക്കെ ഉള്ളത് നല്ലതാണ്, വിവാഹം കഴിഞ്ഞ ഉടനെ ഇവരൊക്കെ അങ്ങ് പോകുമെന്ന് പറയുന്നു. എല്ലാവരും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ നോക്കുന്നുണ്ട്. ആ സമയത്ത് പയ്യൻ പറയുന്നുണ്ട്, ഞാനും ഭാര്യയും ലണ്ടനിൽ പോകും, പിന്നെ അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അമ്മ മരിച്ചിട്ട് 5 വർഷമായി, അതുകൊണ്ട് അച്ഛന്റെ വിവാഹം നടത്താമെന്ന് കരുതിയതാണെന്ന്. ദേവനാരായണൻ തിരുമേനിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. അമ്മയോട് വഴക്ക് പറയുന്നുണ്ട്, അമ്മ എന്തുദ്ദേശത്തോടെയാണ് ഈ വിവാഹാലോചന കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ മകളെ ഇത്രയും പ്രായമുള്ള ഒരാളുടെ കൂടെ വിവാഹം കഴിച്ചയപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ പറയുന്നു. ചെറുക്കന്റെ കൂട്ടുകാർ ബ്രോക്കറെ വഴക്ക് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, അതിനെന്താണ് പ്രശ്നം, ഇവളെ കൊണ്ട് നമുക്ക് വിവാഹം കഴിപ്പിക്കാമെന്നൊക്കെ പറയുന്നു. ദേവനാരായണൻ തിരുമേനി അപ്പോൾ അമ്മയെ വഴക്ക് പറയുന്നുണ്ട്. പെണ്ണ് കാണാൻ വന്ന കൂട്ടരും ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. രാധിക സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. തിരുമേനിയാണെങ്കിൽ അമ്മയോടും യശോദയോടും പറയുന്നുണ്ട്, എന്റെ മകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. രാധികയുടെ വിവാഹത്തെ കാര്യത്തെക്കുറിച്ച് ഇനി അമ്മ ചിന്തിക്കാനേ പാടില്ല, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു. രാധിക പൂജാമുറിയിൽ പോയിട്ട് കൃഷ്ണന്റെ മുമ്പിലിരുന്ന് കരയുകയാണ്. അവിടേക്ക് തിരുമേനിയും യശോദയും ചെല്ലുന്നുണ്ട്. തിരുമേനി രാധികയോട് പറയുന്നുണ്ട്, മോൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ല, നിനക്കിഷ്ടമുള്ള വിവാഹത്തിന് മാത്രമേ ഞാൻ സമ്മതിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രാധികയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് വരുണിന്റെ അമ്മ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് കൽപ്പന ചെല്ലുന്നുണ്ട്. വരുണിന്റെ അമ്മ കൽപ്പനയോട് ചായ കൊണ്ടു കൊടുക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. കൽപ്പന അപ്പോൾ പറയുന്നുണ്ട്, പ്രിയങ്ക ഇതുവരെയും വന്നില്ലേ, ആദ്യമൊക്കെ അവൾ ഭയങ്കരമായിട്ട് അടുക്കളയിലേക്ക് കയറുമായിരുന്നല്ലോ, ഇപ്പൊ എന്താ കാണാത്തത്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൾ എന്നൊക്കെ പറയാണ്. അമ്മ എപ്പോൾ പറയുന്നുണ്ട്, അവൾക്ക് എന്തെങ്കിലും വയ്യാഴിക കാണുമെന്നൊക്കെ, അങ്ങനെയൊന്നും കാണത്തില്ലെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് വരുൺ അവിടേക്ക് വരുന്നുണ്ട്. കൽപ്പന വരുണിനോട് ചോദിക്കുന്നുണ്ട്, പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. വരുൺ ഒരു പ്രശ്നവുമില്ലെന്ന് പറയുന്നു. കൽപ്പന എപ്പോൾ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താണ് നിന്റെ ഭാര്യ ഇങ്ങോട്ട് വരാത്തത്, നിങ്ങൾ അടിച്ചു പിരിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. വരുൺ അപ്പോൾ പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. പ്രിയങ്ക ഉറങ്ങിക്കിടക്കുകയായിരുന്നു. വരുൺ പ്രിയങ്കയെ വിളിക്കുന്നുണ്ട് അടുക്കളയിലേക്ക് ചെല്ലാനെന്നൊക്കെ പറഞ്ഞിട്ട്. പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അടുക്കളയിൽ കയറാനൊന്നും പറ്റത്തില്ല, എന്റെ ഗ്ലാമർ പോവും, ഞാൻ സിനിമയിൽ അഭിനയിക്കേണ്ടതാണെന്നൊക്കെ പറയാണ്. പ്രിയങ്കയ്ക്ക് അപ്പോൾ തിരുമേനിയുടെ കോൾ വരുന്നുണ്ട്. പ്രിയങ്ക കോൾ അറ്റൻഡ് ചെയ്യുന്നു. തിരുമേനി പറയുന്നുണ്ട്, വരുൺ കൂടി കേൾക്കാനുള്ള കാര്യമാണ്, അതുകൊണ്ട് സ്പീക്കറിൽ ഇടാനെന്ന് പറയുന്നു. പ്രിയങ്ക ഫോൺ സ്പീക്കറിൽ ഇടുന്നുണ്ട്. തിരുമേനി വരുണിനോടായിട്ട് പറയുന്നുണ്ട്, രാധികയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് കഴിഞ്ഞ ദിവസം ഒരു ആലോചനയുമായിട്ട് വന്നിരുന്നു എന്നൊക്കെ പറയുന്നു. ഒരു പ്രായമുള്ള ഒരാളാണ് വന്നിരുന്നതെന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ പ്രിയങ്ക ചോദിക്കാണ്, ആ കല്യാണം നടത്താൻ തീരുമാനിച്ചോ എന്നൊക്കെ. തിരുമേനി പറയുന്നത് കേട്ടിട്ട് വരുണിന്റെ ഫേസ് ഒക്കെ മാറുന്നുണ്ട്, ടെൻഷൻ ആകുന്നുണ്ട്. തിരുമേനി എപ്പോൾ പറയുന്നുണ്ട്, അവരെ ഞാൻ പറഞ്ഞു വിട്ടെന്ന്, പക്ഷെ രാധിക മോൾക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തണം, അതിന് വരുൺ സഹായിക്കണമെന്നൊക്കെ പറയുന്നു. വരുണിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനെന്നൊക്കെ പറയാണ്. വരുൺ അപ്പോൾ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പ്രിയങ്ക ഫോൺ വെച്ചതിന് ശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വരുണിന്റെ മുഖം മാറിയല്ലോ എന്നൊക്കെ, രാധികയാണോ ഇനിയും സ്വന്തം പെണ്ണെന്നും പറഞ്ഞ് നടക്കുന്നതെന്നൊക്കെ വിചാരിക്കുകയാണ്.
പ്രിയങ്ക പറയുന്നുണ്ട്, അച്ഛൻ സംസാരിച്ചപ്പോൾ വരുണിന്റെ മുഖം മാറിയല്ലോ, എനിക്ക് മുഖം മാറുന്നതൊക്കെ മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു. വരുൺ അപ്പോൾ പ്രിയങ്കയോട് ദേഷ്യപ്പെടുന്നുണ്ട്, എന്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും വേണ്ട എന്നൊക്കെ. അങ്ങനെ പറഞ്ഞിട്ട് വരുൺ അവിടെ നിന്നും പോകുന്നുണ്ട്. വരുൺ പോയതിനു ശേഷവും പ്രിയങ്കയുടെ മനസ്സിൽ രാധികയെ കുറിച്ച് സംശയം തോന്നുകയാണ്. വരുൺ പറയുന്ന പെണ്ണ് രാധിക തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക്